രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പു, കരിഞ്ജീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. താനൂർ സിവിൽ സ്റ്റേഷൻ നിർമ്മാണം നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂരിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന താനൂർ ചന്തപ്പറമ്പിലെ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. താനൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചന്ത നടത്തുന്നതിന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ നിന്ന് 1883 കരാറടിസ്ഥാനത്തിൽ വാങ്ങിയ ഭൂമിയാണ് ചന്തപ്പറമ്പ്. പിന്നീട് കരാർ റദ്ദാക്കിയെങ്കിലും വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ വ്യക്തികൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുകയായിരുന്നു ഇവിടം. 1 ഏക്കറും 74 സെന്റ് സ്ഥലവുമാണ് ഇവിടെ സർക്കാർ ഭൂമിയായുള്ളത്. ഇതിൽ 38.5 സെന്റ് സ്ഥലം സർക്കാർ തിരിച്ചുപിടിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലാണ് ആദ്യഘട്ടത്തിൽ കെട്ടിടം നിർമ്മിക്കുക. റീസർവേയിലെ അപാകതകൾ പരിഹരിച്ച് ബാക്കി ഭൂമി കൂടി തിരിച്ചുപിടിക്കും. ഇതിനായി പ്രത്യേകം സമയക്രമം തയ്യാറാക്കി മുന്നോട്ടു പോവും. ഫയർ സ്റ്റേഷനിലേക്കും ഡിവൈഎസ്പി ഓഫീസിലേക്കുമുള്ള റോഡ് വികസിപ്പിക്കാൻ 10 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലെ 4 പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുന്നതിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കും. 2 മാസത്തിനകം സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കും. പാലങ്ങളുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ അടുത്ത മാസം തന്നെ ആരംഭിക്കും. മണ്ഡലത്തിലെ 5 ഹൈസ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അനുമതിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. തീരദേശപാതയുമായി ബന്ധപ്പെട്ട് 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് മണ്ഡലത്തിൽ ഇനിയും പൂർത്തീകരിക്കാനുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. പാതയുടെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 4ഓളം പാലങ്ങളുടെ പണിയുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പ് പൂർത്തീകരണത്തിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കിയിട്ടുള്ളത്. ഇതിൽ ഭൂവുടമകൾക്ക് ഏറ്റവും നല്ല പാരിതോഷികം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥലമെടുപ്പും 2 മാസത്തിനകം പൂർത്തീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അതോടൊപ്പം തന്നെ 4 പാലങ്ങളുടെ ടെൻഡർ നടപടികൾ ഈ അടുത്ത മാസം തന്നെ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ തന്നെ ഇനി വരാൻ പോകുന്ന 5ഓളം വരുന്ന ഹൈസ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം അതിനുള്ള അനുമതി ആയിട്ടുണ്ട്. ആ കാര്യങ്ങളിലും ഏറ്റവും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിൽ 596 കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേയുടെ സ്ഥലമെടുപ്പ് താനൂരിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇനി മുതൽ തീരദേശ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പിന് തടസ്സം നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. അത് സംസ്ഥാനത്തൊട്ടും തന്നെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമിയായ ചന്തപ്പറമ്പ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. താനൂർ PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹർ അലി, മറ്റു റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. അക്കൗണ്ടിംഗ് ആൻഡ് ഇ-ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ. അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും. അത് മറികടക്കാനായി IHT കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു NERGY 360. ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. IHT കമ്പ്യൂട്ടർ കോളേജ്, പയ്യന്നങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847 300 120.